ദ്രുപദ മഹാരാജാവായ എൻ്റെ അച്ഛൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ധൈര്യത്തോടെ കർത്തവ്യം അനുഷ്ഠിക്കുകയാണ് മനുഷ്യന്റെ ശ്രേഷ്ഠധർമ്മം. ഏത് രീതിയിൽ ജനിച്ചാലും മുൻപിലുള്ള കർത്തവ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകുവാൻ പാടില്ല. അതുതന്നെയാണ് ധർമ്മരക്ഷ. ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ യശസ്വിനിയാകട്ടെ. എൻ്റെ ഭൂമിക ക്ഷണം പ്രതി മാറിക്കൊണ്ടേയിരിക്കുമെന്നും മാറി മാറി വരുന്ന ഭൂമികയിൽ എനിക്ക് വിഷമം പിടിച്ച കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുമെന്നും എനിക്കറിയുവാൻ പാടില്ലായിരുന്നു. ഏറ്റവും മുൻപിൽ മൂത്ത 2 സഹോദരന്മാർ, പിന്നിൽ ഇളയ 2 സഹോദരന്മാർ, ഏറ്റവും പിറകിൽ അദ്ദേഹവും ഞാനും. ഞാൻ പിന്നിലായി പോകരുതെന്ന് വിചാരിച്ച് അദ്ദേഹവും എന്നോടൊപ്പം കാൽവെച്ച് നടന്നു. ഞാൻ ശശ്രുവിനെ കാണുവാൻ പോവുകയാണ്. ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ അമ്മ, എൻ്റെ സമധർണീയമായ ശശ്രു. ഈ രാജേശ്വരി വേഷത്തിൽ അവിടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ പുത്രന്മാരുടെ വേഷവുമായി യാതൊരു ചേർച്ചയുമില്ലാതെ വേഷം ധരിച്ച എന്നെ പുറമേ നിന്ന് അതിഥിയായി അവർ കരുതും. അതിനാൽ അവിടെ എന്നെ ചെല്ലുന്നതിന് മുമ്പായി തന്നെ ഞാൻ എല്ലാ ആഭരണങ്ങളും അഴിച്ചു വെച്ചു. ഭദ്രമതിയുടെ ലക്ഷണവുമായി നാസാഗ്രഹത്തിൽ രത്നമൂക്കത്തിയും കൈക്കളത്തിൽ മുത്തുപൊതിച്ച 2 വളകളും മാത്രം ധരിച്ചു. കഴുത്തിൽ, പാദങ്ങളിൽ, കൈകളിൽ, മുടിക്കെട്ടിൽ വെളുത്ത പുഷ്പങ്ങൾ അലങ്കരിച്ചു വെച്ചത് സുഖകരമായി തോന്നി. മേഘവർണ്ണമുള്ള കുടങ്ങളുടെ രൂപം തുന്നിച്ചേർത്ത വെളുത്ത സാരി എടുത്തു. ലളിതമായ വേഷം, നടക്കുവാൻ എന്തൊരു സുഖം. എൻ്റെ ഭർത്താവ് കൂടെ കൂടെ കൺകോണുകൊണ്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മനസ്സിൽ എൻ്റെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നുണ്ടായിരിക്കും. എന്നെ നേടിയെടുത്തതിൽ അഭിമാനം തോന്നുന്നുണ്ടായിരിക്കും. ഞാനും അങ്ങോട്ട് നോക്കി മുഗ്ധയായി തീർന്നു. കാമദേവനേക്കാൾ സുന്ദരൻ, കൃഷ്ണനെ പോലെയുള്ള ശരീരഘടന, പുഷ്ടിയുള്ള നേടിയ ശരീരം, വിശാലമായ വക്ഷസ്ഥലം, നിർമ്മലമായ കമലനേത്രങ്ങൾ, പാദങ്ങളും കരതലങ്ങളും എല്ലാം മനോഹരം, വിശിഷ്ട സൗന്ദര്യം നിറഞ്ഞത്. മുഖത്ത് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞു കാണും. പ്രഥമ ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്വച്ഛവും വിശാലവുമാണെന്ന് തോന്നി. ഉദാരതയിലും സഹിഷ്ണുതയിലും അദ്ദേഹം ഭൂമിയിൽ അതുല്യനാക്കുവാനിടയുണ്ട്. അദ്ദേഹത്തെ ഭർത്താവായി ലഭിച്ചതോടെ ഞാനും ധന്യയായി. പുരുഷന്റെ ശൗര്യവും സൗന്ദര്യവും വീര്യത്വവും ജ്ഞാനവും ധനവും ഐശ്വര്യവും സ്ത്രീക്ക് കാമ്യങ്ങളാണ്. ഐശ്വര്യമൊഴികെ ബാക്കിയെല്ലാം എനിക്ക് കിട്ടി. സ്ഥൂലദൃഷ്ടി കൊണ്ട് നോക്കിയാൽ അദ്ദേഹം ഐശ്വര്യത്തിൽ നിർഹനല്ലെന്ന് തോന്നാം. സൂക്ഷ്മഭാവത്തോടെ നോക്കിയാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും അർഹനാണെന്ന് വ്യക്തമാകും. പുരുഷന് വേണ്ട സർവ്വഗുണങ്ങളും അദ്ദേഹത്തിൽ ഒത്തിണങ്ങിയിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഭൂമി കൈയാളുവാൻ കഴിയും. എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി സർവ്വ ഐശ്വര്യങ്ങളെയും അധിപനാകുവാനും സാധിക്കും. സ്വയംവരത്തിൽ അത്ഭുതകരമായ പന്തയത്തിൽ വിജയിച്ചു. ഐശ്വര്യം അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം സന്യാസിയെ പോലെ ആഡംബരരഹിതനും യോഗിയെപ്പോലെ ഉദാസീനനുമാണ്. അദ്ദേഹം ഭിക്ഷുവാണ്. ദാരിദ്ര്യം അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വീരപുരുഷൻ ദരിദ്രനാണെന്നത് അദ്ദേഹത്തിൻ്റെ മനംഭാവമല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷനാണ് എൻ്റെ ഭർത്താവെന്ന് പ്രതിപാദിക്കുന്നതിനായി ഞാൻ മനസ്സായി യുക്തികൾ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഭർത്താവിൻ്റെ ദാരിദ്ര്യം എനിക്ക് അല്പം പ്രയാസമുണ്ടാക്കിയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ മഹാനുഭാവത്വമാണെന്ന് ചിന്തിച്ച് സ്വയം പ്രബോധനം നൽകി. അപ്പോഴേക്കും എനിക്ക് നല്ല ക്ഷീണം തോന്നി. വനമാർഗത്തിൽ എൻ്റെ കോമളപാദങ്ങൾ വേച്ചു തുടങ്ങി. പാദങ്ങളിൽ മുള്ളുകൊണ്ട് രക്തം പൊടിഞ്ഞു. അത് ചെമ്പിഞ്ഞാറിൽ അലിഞ്ഞു ചേർന്നു. അതുകൊണ്ട് ഭർത്താവിന് പെട്ടെന്നത് മനസ്സിലായില്ല. എന്ത് ക്ലേശമുണ്ടായെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനൊന്നും മനസ്സിലായതുമില്ല. എൻ്റെ വെള്ളവസ്ത്രം വിയർപ്പ് തുള്ളികൾ വീണ് നനഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ വിഷമിക്കുന്നുണ്ടല്ലേ? വാസ്തവത്തിൽ എനിക്ക് ദുഃഖം തോന്നുന്നു. ബ്രാഹ്മണ ഭിക്ഷു രാജകുമാരിയെ വിവാഹം ചെയ്യുന്നത് ഉചിതമല്ല. എനിക്ക് മുൻപേ മറ്റാരെങ്കിലും ജയിച്ചിരുന്നുവെങ്കിൽ ഞാൻ ലക്ഷ്യവേദനത്തിന് ഒരുങ്ങുകയുമായിരുന്നില്ല. രാജകുമാരിയുടെ സ്വയംവരത്തിൽ ദാനവും ഭോജനവും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. രാജകുമാരിയെ തന്നെ ലഭിച്ചത് വിധിവിലാസം എന്നേ പറയുന്നുള്ളൂ. ഞാൻ പൊതുവെ മിതഭാഷിയനാണ്. അല്പപരിചയം മാത്രമേ ഭർത്താവിനോട് പ്രഗത്ഭമായ ബാലികയെപ്പോലെ സംസാരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഇത്രമാത്രം പറഞ്ഞു, വിധിയുടെ നിർദ്ദേശം അലംഘനീയമായ സത്യമാണ്. മിഥ്യാദി ചിന്തകൾ കൊണ്ട് എന്ത് നേട്ടം? സംഭവിച്ചതിൽ ആനന്ദിക്കുന്നതിനാണ് സാർത്ഥകത. അദ്ദേഹം സ്നേഹസ്വരത്തിൽ പറഞ്ഞു, ദ്രുപദ രാജ്ഞ നന്ദിനി, നിങ്ങളെ ലഭിച്ചതിൽ ഞാൻ ധന്യനാണ്. ലജ്ജ കലർന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു, അതാണ് എൻ്റെയും സത്യം. ഒരു കല്ലിൽ കാൽ തട്ടി ഞാൻ വീഴുവാൻ തുടങ്ങി. അദ്ദേഹം ഇരു കൈകളും നീട്ടി എന്നെ താങ്ങി. ദേവി കൃഷ്ണേ, ഞാൻ ഇതുവരെ നിങ്ങളെ യഥാവധി പാണിഗ്രഹണം നടത്തിയിട്ടില്ല. അമ്മയുടെ ആശീർവാദം വാങ്ങിയ ശേഷം നമ്മുടെ വിവാഹം നടക്കും. വിരോധമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാട്ടുവഴി കിടക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ ബലിഷ്ഠവും കമനീയവുമായ കൈ എൻ്റെ നേർക്ക് നീട്ടി.
ഞാൻ നിസ്സങ്കോചം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ കൈത്തലം വെച്ചു. നിയമപരമായി എന്നെ ജയിച്ചയാളാണ്, നൽകുവാൻ പാടില്ലാതെ എന്തുണ്ട്? ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചു നടന്നു. സീതാദേവി രാജകൊട്ടാരം ഉപേക്ഷിച്ച് ശ്രീരാമചന്ദ്രനോടൊപ്പം വനവാസത്തിന് പോകുവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഭർത്താവിൻ്റെ കൈതാങ്ങി ദുർഘടമായ വനത്തിലൂടെ നടക്കുന്ന എത്ര രോമാഞ്ചകഞ്ചികമാണെന്നും പരമാനന്ദപ്രദമാണെന്നും ലോകമാതാവായ ദേവിക്കറിയാമായിരുന്നിരിക്കണം. നടക്കുന്നതിനിടയ്ക്ക് ഭർത്താവ് പറഞ്ഞു, ദ്രുപദ മഹാരാജാവ് തൃതീയ പാണ്ഡവനെ ജാമാതാവാക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്നതായി കേട്ടിരുന്നു. രാജകുമാരിക്കും അത് സമ്മതമായിരിക്കുന്നെന്ന് കേട്ടു. എന്നാൽ ദുർഭാഗ്യവശാൽ പഞ്ചപാണ്ഡവന്മാർ മരണവക്രത്തിൽ പെട്ടപ്പോൾ ഒരു ദരിദ്ര ബ്രാഹ്മണനെ ജാമാതാവാകേണ്ടി വന്നു. പാഞ്ചാല ദേശവാസികൾ രാജകുമാരി കൃഷ്ണയെ ഓർത്ത് ദുഃഖാർദ്ധരായി തീർന്നു. രാജകുമാരിക്ക് ഇതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? വീരയുവാവിനെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മനസ്സിൽ അർജുനനോടുള്ള ദൗർബല്യത്തിൻ്റെ സൂചന എന്തെങ്കിലും ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കണം. ഇദ്ദേഹത്തിന് അർജുനനോട് ഈർഷ്യ തോന്നുന്നുണ്ടോ? തോന്നട്ടെ, അതിൽ അസ്വാഭാവികത എന്തിരിക്കുന്നു? സ്ത്രീക്ക് സുന്ദരമായ ഒരു പ്രതിമയോട് ആകർഷണം തോന്നിയാൽ അതുപോലും അവളുടെ ഭർത്താവിന് അസഹനീയമായിരിക്കും. ഞാൻ നിസ്സങ്കോചം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട്. എന്നെ ഓർത്തല്ല, അദ്ദേഹത്തെ ഓർത്ത്. അദ്ദേഹത്തെ പോലെ ധർമാത്മാവും വീരനുമായ ഒരു പുരുഷന് ഇങ്ങനെ ഒരു അപരമൃത്യു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. എന്നെ ഓർത്ത് എനിക്ക് ദുഃഖമില്ല. സ്വയംവര വ്യവസ്ഥ പാലിക്കുന്ന വീരൻ അർജുനൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. കൃഷ്ണൻ്റെ ആദരവസ്പദമായ വ്യക്തി അർജുനനായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഭർത്താവായി ലഭിച്ചയാൾ എൻ്റെ കണ്ണിൽ അർജുനൻ തന്നെ. ആര്യാവർത്തത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വീരനെ എനിക്ക് ലഭിച്ചു. അദ്ദേഹം കൃഷ്ണന്റെ ബഹുമാനപാത്രവുമാണ്. ഇത് മിഥ്യയാണോ? ഗംഭീര സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണന്റെ ദീർഘവീക്ഷണം കാരണം പാണ്ഡവന്മാർ 5 പേരും അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അർജുനൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും നിങ്ങളുടെ വാതിൽക്കെത്തിയാൽ എന്തു ചെയ്യും? എൻ്റെ ഉള്ളിൽ ആമോദം നിറഞ്ഞു. സ്വാഭാവിക സ്വരത്തിൽ ഞാൻ പറഞ്ഞു, ഗാർഹസ്ഥ്യധർമ്മം അറിയാവുന്ന സ്ത്രീയുടെ കർത്തവ്യം എന്താണെന്ന് പറയണോ? അദ്ദേഹത്തെ പോലെയുള്ള ഒരു സത്പുരുഷൻ വന്നാൽ യഥോചിതം സത്കരിക്കും. അതിഥി ഈശ്വരനാണ്. അങ്ങനെ സത്കരിച്ചില്ല എങ്കിൽ എൻ്റെ ഗാർഹസ്ഥ്യധർമ്മം നഷ്ടമാകും. എൻ്റെ ഭർത്താവിൻ്റെ മിത്രമായിരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. എന്തിന്? അദ്ദേഹം ആശ്ചര്യത്തോട് ചോദിച്ചു. ഞാൻ വിനയപൂർവ്വം പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ നോട്ടത്തിൽ അർജുനനാണ്. അദ്ദേഹം മറ്റൊരു അർജുനനായിരിക്കും. 2 അർജുനന്മാരും തമ്മിൽ മൈത്രിയുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം. ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിൽ മൃദുവായി സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജകുമാരി, ശാസ്ത്ര നിപുണനായിരുന്നു കേട്ടിരിക്കുന്നുണ്ട് ഞാൻ. തത്തയെയും മൈനയും പോലും ശാസ്ത്രങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിനാണ് സ്ത്രീകളുടെ ശാസ്ത്ര നിപുണതയുടെ അർത്ഥമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ രാജകുമാരി ശാസ്ത്രങ്ങൾ ഹൃദ്യസ്ഥമാക്കുക മാത്രമല്ല, ആത്മാവിൽ ഉറപ്പിച്ചതായും തോന്നുന്നു. കുമാരി വിദ്യാധിവിദ്രം മാത്രമല്ല, ജ്ഞാനവതിയുമാണ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ തോൽവി സമ്മതിക്കുന്നു. ഞങ്ങൾ ഇരുവരും ഒരേ താളത്തിൽ നടന്നു. മറ്റു സഹോദരന്മാർ കുറെ മുൻപിലായി കഴിഞ്ഞു. അവരെ കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ 2 ജ്യേഷ്ഠന്മാരെയും 2 അനുജന്മാരെയും ലഭിച്ച ഞാൻ ധന്യനാണ്. മൂത്ത ജ്യേഷ്ഠൻ ദേവതുല്യൻ, സൗമ്യനും ശാന്തനും ധീരനും. കാണുമ്പോൾ തന്നെ മനസ്സിൽ ഭക്തിയും ബഹുമാനവും ഉണരുന്നു. അദ്ദേഹത്തിൻ്റെ പിറകെ സുന്ദരനും വിശാലകായനുമായ മറ്റൊരു സഹോദരൻ. അദ്ദേഹത്തെ കണ്ടെത്തിൽ എൻ്റെ മനസ്സിൽ ഭയവും ആശങ്കയും ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിറകിൽ മൂത്ത അനുജൻ. അദ്ദേഹം മറ്റു സഹോദരന്മാരെ പോലെ സൗന്ദര്യസമ്പന്നനാണ്. പ്രസന്ന ഭാവങ്ങൾ കൊണ്ട് പരിപൂർണൻ. ആദ്യ ദർശനത്തിൽ തന്നെ സാഹോദര്യവും അടുപ്പവും തോന്നിപ്പിക്കുന്ന പ്രകൃതം. എൻ്റെ പിന്നിൽ ഇളയ അനുജൻ. കോമള സൗന്ദര്യത്തിൽ അനുഭവമായ വ്യക്തിത്വം. സ്വഭാവേന ലജ്ജാശീലനും മിതഭാഷണീയമാണ്. ആവശ്യമില്ലെങ്കിൽ വായ തുറക്കുകയില്ല. ഞങ്ങൾ 2 പേരും ഏറ്റവും പിന്നിലായി നടന്നു, കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട്. ഒരിക്കൽ പോലും അനുജൻ തിരിഞ്ഞു നോക്കുകയില്ല. വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ച് കൺമുന്നിൽ നിന്ന് മറയുവാൻ തൽപരനായി. പ്രഥമ ദർശനത്തിൽ തന്നെ അദ്ദേഹം എനിക്ക് ആദരണീയനായി തോന്നി. അദ്ദേഹത്തോട് മമത ചുരിഞ്ഞ് സ്നേഹം പ്രദർശിപ്പിക്കുവാനും എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. അവരെല്ലാം ദൃശ്യപഥത്തിൽ നിന്ന് അദൃശ്യരായി. എന്നോടൊപ്പം ചുവടുവെച്ച് നടന്നത് കാരണം എൻ്റെ ഭർത്താവ് വളരെ പിന്നിലായിപ്പോയി. ഞാൻ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠ കരങ്ങളിൽ എൻ്റെ കൈയെ മുറുകെ പിടിച്ചു. വിജനമായ വനത്തിൽ ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ഏത് സുഖം തേടി, എന്നാലും ഒരുമിച്ച് നടക്കുന്നതിനുള്ള ആനന്ദം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഭർത്താവ് അപ്രതീക്ഷിതമായി കാവ്യഭാഷയിൽ പറഞ്ഞു, രാജകുമാരി, ഈ നിമിഷം എൻ്റെ ആഗ്രഹം എന്താണെന്നോ? നാം 2 പേരും ഈ കാട്ടിൽ കാണാതാകണം. ആര് വിചാരിച്ചാലും നമ്മളെ കണ്ടുപിടിക്കുവാൻ പ്രയാസമാകണം. വിജനതയുടെ ദുഃഖം, ആ ഒരു സുഖവും നഷ്ടപ്പെടാതെയിരിക്കണം. ഞാൻ മൃദുസ്വരത്തിൽ പറഞ്ഞു,
അജ്ഞാതവാസത്തിൽ രോമാഞ്ചമുണ്ട്, എന്നാൽ ഭൂമിയിൽ നിന്ന് മുഖം മറിച്ച് ചുറ്റി നടന്നാൽ കീർത്തിനാശമുണ്ടാകും. ദുഷ്ടസംഹാരം വീരന്റെ ജീവിതധർമ്മമാണ്. ഭർത്താവ് രസികത്വം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കാട്ടിൽ അജ്ഞാതവാസം നടത്തിയാൽ ഓരോ കാൽവെപ്പിലും ദുഷ്ടസംഹാരം നടത്തേണ്ടി വരും. ഹിംസ്ര ജന്തുക്കളെ സംഹരിക്കാതെ കാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. കാട്ടിലെ ദുഷ്ടമൃഗങ്ങളെക്കാൾ മനുഷ്യരുടെ ഇടയിലെ ദുഷ്ടന്മാരാണ് കൂടുതൽ ഭയങ്കരന്മാർ. മൃഗങ്ങൾ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ജീവികളെ കൊല്ലുന്നു, എന്നാൽ അഹങ്കാരം തെളിയിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ രക്ഷാർത്ഥം വീരന്മാർ ജനിക്കുന്നു. ആര്യപുത്ര, അങ്ങയുടെ വീരത്വം തന്നെ ഭൂമിമാതാവിന് സാന്ത്വനം നൽകുന്നതാണ്. വീരപ്രസുവായിൽ മാതൃഭൂമി അഭിമാനം കൊള്ളുന്നു. ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വള്ളിക്കുടിലിന് താഴെയായി ഒഴുകുന്ന ചെറിയ അരുവി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വനവാസത്തിന് പോകേണ്ടി വന്നാലും ദുഃഖമുണ്ടാവുകയില്ല. രാജകുമാരി അടുത്തുണ്ടായിരിക്കുമല്ലോ, ധർമ്മരക്ഷയ്ക്ക് പ്രേരണ നൽകുമല്ലോ. മറ്റു സഹോദരന്മാർ അല്പം നേരത്തെ വീട്ടിലെത്തി. അവർ അവിടെ ഞങ്ങളെ കാത്തിരുന്നു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അമ്മയെ ഈ ശുഭവാർത്ത അറിയിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അല്പം കഴിഞ്ഞ് ഞങ്ങളും അവിടെ എത്തി. ജീർണമായ കുടിലിൻ്റെ മുറ്റത്തെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ തല കുനിച്ചുകൊണ്ട് കാലെടുത്ത് വെക്കേണ്ടി വന്നു. എൻ്റെ മനസ്സ് പെട്ടെന്ന് വിഷണ്ണമായി. കഷ്ടം, എത്ര അപരിഷ്കൃതമായ കുടിൽ! ഞങ്ങളുടെ കുതിരയ്ക്കോ പട്ടികൾക്കോ പോലും ഇതിൽ കഴിയുവാൻ കഴിയുകയില്ല. എൻ്റെ ഭർത്താവ് വീരനാണ്, സംശയമില്ല. എന്നാൽ അദ്ദേഹം ഇത്ര ദാരിദ്ര്യത്തിലാണ് ജീവിത സന്ധാരം ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയില്ല. കന്യകയുടെ മനസ്സിൻ്റെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ എന്തോ ഒരന്തരമുണ്ട്. ഹസ്തിനാപുരിയിലെ രാജകൊട്ടാരം എവിടെ? ഏകചക്ര നഗരിയിലെ ഈ കുശവക്കുടിലെവിടെ? എനിക്കിനി ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അടുത്ത നിമിഷത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചു. ഓടാ, നേരെ നിൽക്ക്. രാജകുമാരിയായ വധുവായ കൃഷ്ണയെ ഓർത്ത് ഇത്രയധികം വ്യാകുലപ്പെടുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. കൃഷ്ണ ഈ കുശവക്കുടിലും സുഖമായി കഴിഞ്ഞുകൂടും. അവർ 5 പുത്രന്മാർ പഞ്ചപാണ്ഡവന്മാരല്ലേ? ആരെങ്കിലും പോകട്ടെ, ഒരാൾ കൂടെ 4 പേർ പുറമേ. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും വിപത്തിലും ഏകമനസ്സായി അവർ കഴിയുന്നു. എനിക്കിതിൽ പരം സൗകര്യമുണ്ടോ? എൻ്റെ സഹോദരൻ ഒറ്റയാണ്, മൂത്തതും ഇളയതും ആരുമില്ല. അതിനാൽ ബാല്യകാലം മുതൽ മറ്റാർക്കെങ്കിലും കൂടുതൽ സഹോദരന്മാരുണ്ടെന്ന് കേട്ടാൽ ഞാൻ ആലോചിക്കും, എനിക്കും മൂത്തതും ഇളയതുമായി അനേകം സഹോദരന്മാരുണ്ടായിരുന്നു എങ്കിലെന്ന്. മൂത്ത സഹോദരൻ എനിക്ക് പിതൃസ്നേഹം തരും, ഇളയ സഹോദരന് ഞാൻ സന്താനവാത്സല്യം നൽകും. ദൃഷ്ടദ്യുമ്നൻ സമപ്രായക്കാരനായ സഹോദരനായതിനിൽ അങ്ങേയറ്റം സമഭാവനയാണുള്ളത്. ഇന്ന് 5 സഹോദരന്മാരെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. എല്ലാ ദൈന്യതകൾക്കിടയിലും ഇത്രയും ഐശ്വര്യം തന്നു. 2 ജ്യേഷ്ഠന്മാരും 2 അനുജന്മാരും. എനിക്കിനി എന്താണ് കുറവ്? ഈ സഹോദരന്മാരുടെ ഭുജബലം തന്നെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അതുതന്നെയാണ് എൻ്റെ ആഭിജാത്യവും. ഏത് പരിസ്ഥിതിയിലും പ്രസന്നതയോടെ ചിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇത് മനുഷ്യൻ്റെ സഹജനവാസനയായിരിക്കും. ജീർണമായ ഈ കുശവക്കുടിലിന് മുന്നിൽ നിൽക്കുമ്പോഴും ഞാൻ ഐശ്വര്യവതിയാണെന്ന് കരുതി സന്തോഷിക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കും. മൂത്ത സഹോദരൻ പ്രശാന്ത മധുരമായി എന്നെ നോക്കി. അടഞ്ഞുകിടന്ന വാതിൽക്കൽ കൈകൊട്ടുകൊണ്ട് അമ്മയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ നോട്ടം എൻ്റെ ഹൃദയത്തെ സ്നേഹാർദ്രമാക്കി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ധർമാത്മാവായ ഈ പുരുഷൻ ഭക്തിക്ക് യോഗ്യനാണ്. മൂത്ത സഹോദരൻ ഉല്ലാസത്തോടെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ഇന്നൊരു ദുർലഭ വസ്തുവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കതക് തുറന്നു നോക്കൂ. അമ്മയുടെ മക്കൾ വെറും കൈയോടെ അല്ല മടങ്ങി വന്നത്. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി നിന്നു. മൂത്ത ജ്യേഷ്ഠൻ എന്നെ ഒരു ദുർലഭ വസ്തുവായി വർണ്ണിക്കുന്നു. ഉള്ളാലെ എനിക്ക് ആനന്ദം തോന്നി. അകത്തു നിന്ന് അലസമെങ്കിലും ദൃഢമായ സ്വരത്തിൽ അമ്മയുടെ വാക്കുകൾ കേട്ടു. മക്കളെ, കൊണ്ടുവന്നത് 5 സഹോദരന്മാരും തുല്യയായി വീതിച്ചെടുത്തുള്ളൂ. മൂത്ത ജ്യേഷ്ഠൻ സ്തംഭിച്ചു നിന്നു. അദ്ദേഹം ഗഹനചിന്തയിൽ മുഴുകി. മറ്റുള്ളവർ പരസ്പരം മിണ്ടാതെ നിന്നു. എൻ്റെ ഭർത്താവ് അന്യമനസ്കമായി ഗൗരവം നിന്നു. എനിക്കാണെങ്കിൽ ലജ്ജയും വിസ്മയവും തോന്നി. കുടിലിൻ്റെ വാതിൽ തുറന്നു. മുൻപിൽ സ്നേഹമയിയും കരുണാമയിയും സൗന്ദര്യവതിയുമായ അമ്മ നിൽക്കുന്നു. അന്നപൂർണയെപ്പോലെ പരിപൂർണവും ഭൂമിയെപ്പോലെ സർവ്വസംഭവമായ അമ്മ സ്തബ്ധവും വിസ്മിതവും അനുതപവും മുക്തവുമായ ദൃഷ്ടിയോടെ എന്നെ നോക്കി നിന്നു. ഞാൻ അമ്മയുടെ പാദം തൊട്ട് വന്ദിച്ചു. കുഴിയുന്ന പൂവ് താഴെ വീഴാതെ കയ്യിലെടുക്കുന്നത് പോലെ അമ്മ കോമള കരങ്ങളാൽ എന്നെ ആയാസപ്പെട്ട് പിടിച്ചുപൊക്കി. ക്ഷീണിച്ചതും അനുതാപം നിറഞ്ഞതുമായ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ എന്താണ് പറഞ്ഞത്? മക്കൾ ഭിക്ഷാടനം കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ദിവ്യവും സുന്ദരവുമായ രാജകുമാരിയാണല്ലോ. മൂത്ത ജ്യേഷ്ഠൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അമ്മേ, ഇത് ദ്രുപദനന്ദിനിയായ കൃഷ്ണയാണ്. സ്വയംവരം വ്യവസ്ഥ പ്രകാരം ലക്ഷ്യഭേദനം നടത്തി അമ്മയുടെ മധ്യമപുത്രൻ ഈ രാജകുമാരിയെ വേട്ടു. വിവാഹത്തിന് മുമ്പ് അമ്മയുടെ ആശീർവാദം വാങ്ങുവാൻ വന്നതാണ്. ഭഗവാനെ, ഇനി എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ വാക്ക് പാലിച്ചില്ല എങ്കിൽ അത് പാഴ്വാഴ്ക്കാവും.
അമ്മയെ അപമാനിക്കലാകും. അമ്മയുടെ വാക്ക് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ധർമ്മവിരുദ്ധരാകും. എൻ്റെ വാക്ക് മാനിച്ച് ദ്രൗപദിയെ വിവാഹം ചെയ്താൽ അത് ദ്രൗപദിയെ അപമാനിക്കലാകും, അങ്ങേയറ്റം നാണം കെടുത്തലാകും. വാക്ക് പാലിക്കുകയും ധർമ്മം രക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ദ്രൗപദിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുവാനും പാടില്ല. മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, അമ്മേ, അവിടുത്തെ ആജ്ഞകൾ പാലിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യം. അമ്മയുടെ വാക്ക് പാലിക്കപ്പെടണം. ഞങ്ങളെല്ലാവരും ചേർന്ന് ദ്രൗപദിയെ വിവാഹം കഴിക്കാം. മറ്റ് സഹോദരന്മാർ മൗനസമ്മതം നൽകിയെന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവ് നിശബ്ദനും വിഷണ്ണനുമായി കാണപ്പെട്ടു. ഞാൻ ഉള്ളാലെ പ്രതിശോധിച്ചു. എനിക്ക് സ്വന്തമൊരു അഭിപ്രായമില്ലേ? സ്വയംവരത്തിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ സ്വയംവരത്തിന് ഇത്ര മഹത്തായ വ്യവസ്ഥ വെച്ചത് എന്തിനാണ്? ഈ സഹോദരന്മാർ എന്നെ വിവാഹം കഴിക്കുവാൻ എന്ത് വ്യവസ്ഥ പാലിച്ചു? ഞാൻ ഒരാളിൻ്റെ കഴുത്തിലെ വാരണമല്യം അർപ്പിച്ചുള്ളൂ. ന്യായപ്രകാരവും ധർമ്മപ്രകാരവും അദ്ദേഹത്തിൻ്റെ മാത്രം ഭാര്യയാണ് ഞാൻ. അദ്ദേഹം എന്നെ ജയിച്ചു. മറ്റു സഹോദരന്മാരെ ഭർത്താക്കന്മാരായ ഞാൻ എന്തിനു സ്വീകരിക്കണം? അങ്ങനെ ചെയ്താൽ എൻ്റെ ധർമ്മം നശിക്കുകയില്ലേ? ഒരു സ്ത്രീ 5 പുരുഷന്മാരുടെ ഭാര്യയായി ജീവിക്കുന്നത് അപഹാസ്യമാണ്. അതിന് ഈ ഭൂമുഖത്ത് ഞാനല്ലാതെ മറ്റൊരു മാതൃക കാണുകയുമില്ല. ഈ നാണക്കേട് ഞാൻ വെറുതെ സഹിക്കുന്നത് എന്തിനാണ്? ജീവനില്ലാത്ത പ്രതിമയാണോ ഞാൻ? എൻ്റെ സൗന്ദര്യത്തിൽ കാമാർത്ഥരും ചിന്താശൂന്യരുമായ ആ സഹോദരന്മാർ എൻ്റെ മേൽ തന്നിഷ്ടപ്രകാരം അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാനത് അംഗീകരിക്കണോ? മൂത്ത ജ്യേഷ്ഠനോട് വെറുപ്പ് തോന്നി. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ കാമത്തിൻ്റെ ഗോപനമായ തീനാളങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. ഭർത്താവിനോട് എനിക്ക് കഠിനമായ ക്രോധം തോന്നി. അതേ വീരപുരുഷനാണോ ഇദ്ദേഹം? സ്വന്തം ഭാര്യ ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും ഭോഗത്തിന് പാത്രമാകുന്ന കാര്യം കേട്ടിട്ട് അദ്ദേഹം എന്തുകൊണ്ട് എതിർക്കുന്നില്ല? ഒറ്റ വാക്കുകൊണ്ട് ഈ ഹാസ്യ നാടകത്തിന് യവനിക വീഴ്ത്തുന്നില്ല. ഏതെങ്കിലും പുരുഷന് തൻ്റെ ഭാര്യയെ മറ്റുള്ളവരുമായി തുല്യമായി പങ്കിടുവാൻ സാധിക്കുമോ? ഇതാണോ പൗരുഷം? ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന എൻ്റെ ക്രോധമാരും ശ്രദ്ധിച്ചില്ല. അമ്മ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ധർമ്മപാരായണന്മാരാണ്. എങ്കിലും രാജകുമാരി കൃഷ്ണയെ ജയിച്ചത് എൻ്റെ മധ്യമപുത്രനാണ്. ന്യായപ്രകാരം അവനാണ് കൃഷ്ണയുടെ ഭർത്താവ്. അവൻ്റെ അഭിപ്രായം എന്താണ്? മൂത്ത ജ്യേഷ്ഠൻ ഉദാരസ്വരത്തിൽ പറഞ്ഞു, അത് സത്യമാണ്. അയാളാണ് കൃഷ്ണയെ നേടിയത്. അതുകൊണ്ട് കൃഷ്ണയെ പാണിഗ്രഹണം ചെയ്യുന്ന കാര്യം തീരുമാനിക്കേണ്ടത് അയാളാണ്. ഞങ്ങൾ അമ്മയുടെ വാക്ക് ലംഘിക്കുന്നവരാകുകയും അയാൾ കൃഷ്ണയെ വിവാഹം ചെയ്യുകയും. ഇതാണോ ലോകനീതി? എന്തായാലും അനുജ, നീ തന്നെ ഈ സമസ്യയ്ക്കൊരു സമാധാനം കണ്ടെത്തും. എൻ്റെ ഭർത്താവ് തലകുനിച്ച് വ്യക്തമായി പറഞ്ഞു, അമ്മയുടെ വായിൽ നിന്ന് പുറപ്പെട്ടതും അങ്ങ് ഒരിക്കൽ സ്വീകരിച്ചതുമായ നിർദ്ദേശം അംഗീകരിക്കുകയാണ് എൻ്റെ ധർമ്മം. ഞാൻ ഒറ്റയ്ക്ക് കൃഷ്ണയെ സ്വീകരിച്ച് സുഖമായി ജീവിക്കുമായിരുന്നു. എന്നാൽ അതുമൂലം ധർമ്മച്യുതി സംഭവിക്കും. അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ ലംഘിക്കേണ്ടി വരും. നമ്മളെല്ലാവരും ചേർന്ന് കൃഷ്ണയെ വിവാഹം കഴിക്കാമെന്ന് അങ്ങും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിൽ വിസമ്മതം പ്രകടിപ്പിച്ച് പാപഭാരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂത്ത ജ്യേഷ്ഠൻ നിൽക്കെ ഞാൻ ആദ്യം വിവാഹം ചെയ്യുന്നതും എങ്ങനെയാണ്? എൻ്റെ സുഖം നശിച്ചാലും ധർമ്മം നശിപ്പിച്ച് അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ ധിക്കരിച്ച് നേടുന്ന സുഖം യാഥാർത്ഥ സുഖമല്ല. അതിലൂടെ മനസ്സിന് നിർമ്മലമായ സന്തോഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തുല്യമായി രാജകുമാരിയെ അനുഭവിക്കാം. കൃഷ്ണ എല്ലാവരുടെയും ധർമ്മപത്നിയായിരിക്കും. ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അഗ്നി പോലെ ജ്വലിച്ചു. യജ്ഞകുണ്ഡത്തിൽ ആളിക്കത്തുന്ന അഗ്നിജ്വാലയായി ഈ ഭൂമിയെ നശിപ്പിക്കുവാനും ഈ 5 സഹോദരന്മാരെയും അതിലിട്ട് ചുട്ട് ചാമ്പലാക്കുവാനും ഞാൻ ആഗ്രഹിച്ചു. അക്കൂട്ടത്തിൽ എൻ്റെ ഭർത്താവും ഒരു പിടി ചാരമായി തീരുമെങ്കിൽ എനിക്ക് ദുഃഖമില്ല. ധർമ്മച്യുതി ഭയന്ന് സ്വന്തം ഭാര്യയെ നിർവികാരചിത്തരായ അന്യപുരുഷനെ ദാനം ചെയ്യുന്നവൻ ഭൂമിയിലെ ശ്രേഷ്ഠനായ ധർമാത്മാവായെന്ന് വരാം. പക്ഷെ ഒരു കാലത്തും യോഗ്യനായ ഭർത്താവാകുവാൻ അർഹനായില്ല. ക്ഷോഭം കാരണം എൻ്റെ മനസ്സ് കത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ വായിൽ വാക്കുകളേ ഇല്ലായിരുന്നു. അമ്മ എൻ്റെ അന്തർഗതം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവന് സ്ത്രീയാണല്ലോ. അതിനാൽ സ്ത്രീയുടെ മനോഭാവം അവർക്ക് സഹജമായി മനസ്സിലാക്കുവാൻ കഴിയും. അമ്മ സഹാനുഭൂതി നിറഞ്ഞ കോമളസ്വരത്തിൽ സംസാരിച്ചു. രാജകുമാരി കൃഷ്ണ വിദൂഷിയും ബുദ്ധിമതിയും ശാസ്ത്രവിശാരദിയുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ വിഷമസ്ഥിതിയിൽ രാജകുമാരിയെ തന്നെ ഒരു സമാധാനം കണ്ടെത്തട്ടെ. നമ്മുടെ അഭിപ്രായം രാജകുമാരിയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. ആ സമയത്ത് ശാസ്ത്രവിശാരദനായ കൃഷ്ണദ്വൈപായനൻ അവിടെ എത്തി. ഞാൻ ആലോചിച്ചു, വ്യാസദേവന് ഈ ബ്രാഹ്മണ കുടുംബത്തിനുമായി എന്തു ബന്ധം? അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് വന്നത്? ഈശ്വരകൃപയാൽ അദ്ദേഹം തന്നെ ഈ സമസ്യയ്ക്ക് സമാധാനം കണ്ടെത്തുന്നതാകും ഉചിതം. സമാധാനം കണ്ടെത്തുവാനുള്ള ചുമതല എനിക്ക് വിട്ടു തന്നിട്ട് അമ്മ ദോഷവിമുക്തിയാകുവാൻ ആഗ്രഹിക്കുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ ആരംഭം മുതൽ ഉത്തരത്തിലാണ് ഇരിക്കുന്നത്. അതെടുക്കുകയും വേണം. കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും വരുന്നതെന്ന മട്ടിൽ സംസാരിക്കുന്നു. ഭർത്താവും ദോഷവിമുക്തനാകുവാനുള്ള വ്യാകുല ചിന്തയിലാണ്. ഞാൻ എന്തു ചെയ്യും? വ്യാസദേവൻ എല്ലാ സംഗീതകളും കേട്ടു. അദ്ദേഹം ഗൗരവം പൂണ്ട് ചിന്താമഗ്നനായി. അമ്മ നമ്രസ്വരത്തിൽ പറഞ്ഞു,
കൃഷ്ണയെ ജയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ വാക്ക് പാലിക്കപ്പെടണം. പുത്രന്മാർ അമ്മയുടെ നിർദ്ദേശം അനുസരിക്കണം. അതേസമയം രാജകുമാരി കൃഷ്ണയ്ക്ക് പാപസ്പർശനം ഏൽക്കുവാനും പാടില്ല. ഞാൻ ആലോചിച്ചു, വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ സാധ്യമാകും? മൂത്ത ജ്യേഷ്ഠൻ ബോധപൂർവം അമ്മയുടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കില്ല. ഓരോ ദിവസവും ഭിക്ഷയായി ലഭിക്കുന്ന അന്നവും ധാനവും പരസ്പരം തുല്യമായി വീതിച്ചു കൊടുക്കുകയാണ് പതിവെന്ന് അദ്ദേഹത്തിന് അറിയാം. അമ്മയുടെ മധ്യമപുത്രൻ ദ്രുപദ രാജകുമാരിയെ സ്വയംവരത്തിൽ ജയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അമ്മയുടെ മധ്യമപുത്രവധു വാതിൽക്കൽ ആശീർവാദത്തിനായി കാത്തു നിൽക്കുന്നു എന്നെന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അദ്ദേഹത്തിൻ്റെ വാക്യത്തിൽ ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് സ്പഷ്ടമായി തെളിയുന്നുണ്ട്. സുന്ദര വസ്തു 5 സഹോദരന്മാരും ഒരുമിച്ച് അനുഭവിച്ചുകൊള്ളൂ എന്നമ്മ കതകു തുറക്കുന്നതിന് മുമ്പ് പറയുന്നുവെന്നായിരിക്കണം. മറ്റുള്ളവരെ പോലെ അദ്ദേഹവും എൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ചിരിക്കണം. എന്നെ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കപടതന്ത്രം. മറ്റ് സഹോദരന്മാർക്കും എന്നോട് ആകർഷണം തോന്നിയിരിക്കും. ഇത്തരം സന്ദർഭം കൈവിട്ടു പോകുവാൻ അവരനുവദിക്കുമോ? വ്യാസദേവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നിന്നെ വാർത്ത അറിയിച്ചിരുന്നല്ലോ. പാഞ്ചാല രാജകുമാരിയുടെ സ്വയംവരത്തിന് 5 സഹോദരന്മാരെയും അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. നിന്റെ മധ്യമപുത്രനല്ലാതെ മറ്റാർക്കും സ്വയംവര വ്യവസ്ഥകൾ പാലിക്കുവാൻ സാധിക്കുകയില്ലെന്നും നിനക്കറിയാമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും പുത്രന്മാർക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് ഇനി ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഭൂമിയിൽ പ്രളയമുണ്ടായാൽ പോലും നിന്റെ പുത്രന്മാർ നിന്റെ വാക്ക് ലംഘിക്കുകയില്ലെന്നും നിനക്കറിയാം. സംഭവിക്കുവാനുള്ളത് സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുവാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും രാജകുമാരി കൃഷ്ണയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുക. ഭർത്താവിനെ വരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആര്യകന്യകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നാം എന്തിനതിൽ കൈകടത്തണം? ഗുരുദേവന്റെ വാക്കുകൾ കേട്ട് എനിക്ക് ഖേദമുണ്ടായില്ല. എനിക്ക് ആശ്ചര്യവും തോന്നി. ഞാൻ ആലോചിച്ചു, ഈ ഭൂമിയിൽ ആരും കുറ്റമേറ്റെടുക്കുവാൻ തയ്യാറല്ല. ഓരോരുത്തരും മറ്റൊരാളുടെ മേൽ ഉത്തരവാദിത്വം ചുമത്തി ദോഷവിമുക്തരാകുവാൻ താല്പര്യം കാണിക്കുന്നു. അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? മൂത്ത ജ്യേഷ്ഠൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഗുരുദേവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു ഭർത്താവേ ഉള്ളതെന്നും അദ്ദേഹമാണ് എന്നെ ജയിച്ചതെന്നും അദ്ദേഹത്തെയാണ് ഞാൻ ഭരിച്ചതെന്നും വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ അമ്മയുടെ വാക്ക് ധിക്കരിച്ചതിൻ്റെ ദോഷമുണ്ടാകും. എൻ്റെ ഭർത്താവും ആ പാപത്തിൽ പങ്കാളിയാകും. എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം കൂടുതലായിരിക്കും. ആ സാഹചര്യത്തിൽ എനിക്ക് ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ അനുസരിക്കാത്ത തെറ്റിന് ഞാൻ എല്ലാവരുടെയും ദേഷ്യത്തിന് പാത്രമാകും. എൻ്റെ ഭർത്താവും ഞാനും അദ്ദേഹത്തെ മാതൃദ്രോഹിയാക്കിയെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ മനോഗതം ഞാൻ എങ്ങനെ തുറന്നു പറയും? മറ്റേ കാര്യം ഞാൻ എങ്ങനെ സ്വീകരിക്കും? ഒരു സ്ത്രീ 5 ഭർത്താക്കന്മാരെ വരിച്ചതിന് വേറെ ഉദാഹരണമില്ല. സ്ത്രീജാതിയുടെ യശസ് ഇതുമൂലം വർദ്ധിക്കുകയുമില്ല. ഭാവിയിൽ നിന്ദ്യവും കളങ്കിതവും ഗർഹണീയവുമായ വ്യക്തിത്വമുള്ള സ്ത്രീയായി ദ്രൗപദി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. കലിയുഗത്തിൽ 1-ലേറെ പുരുഷന്മാരുള്ള പിഴച്ച സ്ത്രീകളെ ഈ യുഗത്തിലെ ദ്രൗപദി എന്ന് പറഞ്ഞ ആളുകൾ പിഴിക്കും. പാഞ്ചാലി ഏത് സാഹചര്യത്തിലാണ് 5 പുരുഷന്മാരുടെ നായികയായതെന്ന് അവരറിയുമോ? മറ്റുള്ളവരുടെ സത്യവും ധർമ്മവും പാലിക്കുവാൻ വേണ്ടി ഞാൻ എന്തിനു നിന്ദിയാകണം? അമ്മയോട് എനിക്ക് ക്രോധമുണ്ടായി. അവരോട് വിദ്വേഷം ജനിച്ചു. അവരെ കണ്ട മാത്രയിൽ ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ ദുഃഖം മറന്നു തുടങ്ങിയതാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവർ എന്തിനിങ്ങനെ പറഞ്ഞു? അമ്മ തന്നെയാണ് മക്കളെ പാഞ്ചാല ദേശത്തിലേക്ക് അയച്ചത്. അവരുടെ മധ്യമപുത്രൻ തീർച്ചയായും എന്നെ ജയിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഓരോ അമ്മയും പുത്രവധുവിനെ പറ്റി ചിന്തിക്കുന്നത് എന്തിനാ? അവൾ സുന്ദരിയോ വിദൂഷിയോ വിദ്യാസമ്പന്നയോ ബുദ്ധിമതിയോ ആയിക്കൊള്ളട്ടെ, അല്ലാതിരിക്കട്ടെ, തീർച്ചയായും സ്വഭാവശുദ്ധിയുള്ളവളായിരിക്കണം, സ്വാധ്യായിരിക്കണം, പതിവ്രതയായിരിക്കണം. താമര സൂര്യൻ എന്ന പോലെ ഒരു ഭർത്താവിനെ ധ്യാനിച്ച് ജീവിതം നയിക്കണം. എന്നാൽ ഇവിടെ എന്തൊരു വൈപരീത്യം! സ്വന്തം വാക്ക് പാലിക്കുവാൻ വേണ്ടി പുത്രവധുവിനോട് 5 ഭർത്താക്കന്മാരെ വരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ലളിതമായൊരു സംഗതിയല്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢരഹസ്യമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും മഹത്തായ ഉദ്ദേശം കാണുമായിരിക്കും. പക്ഷെ ഉദ്ദേശം എത്ര മഹത്തായാലും ഞാൻ 5 ഭർത്താക്കന്മാരെ എങ്ങനെ വരിക്കും? ഞാൻ ഒരാളെ വരിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചു. മനസ്സിലെ ക്ഷോഭം മുഴുവൻ അദ്ദേഹത്തോടായി. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമായിരുന്നു. ഇവരെല്ലാം എന്നിലൂടെ അവരവരുടെ ഉദ്ദേശം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആരും പിടിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം സൂചിപ്പിക്കും. എൻ്റെ സ്ത്രീധർമ്മമാണോ എനിക്ക് വലുത്, അതോ അമ്മയുടെ വാക്കും പുത്രന്മാരുടെ ധർമ്മരക്ഷയുമോ? മറ്റുള്ളവരുടെ ധർമ്മം രക്ഷിക്കുവാൻ വേണ്ടി സ്വയം ബലിയർപ്പിക്കലാണോ എൻ്റെ കർത്തവ്യം? അതോ ആത്മാഭിമാനവും ആനന്ദവും തേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഭർത്താവിനെ വരിക്കലാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഗോവിന്ദ, അങ്ങൻ്റെ സഖാവാണ് ഞാൻ. അങ്ങയുടെ മുൻപിൽ എന്നെ അർപ്പിച്ചു കഴിഞ്ഞു.
ആയാവർത്തത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയും ഗുണവാനും ചിന്തകനും അങ്ങ് തന്നെ. ഈ ബ്രാഹ്മണന്മാർ അവരുടെ ധർമ്മയാജ്ഞയിൽ കൃഷ്ണയെ ബലിയർപ്പിക്കുന്നതായി ഇങ്ങനെയൊരു നാടകം അനുഭവിക്കുന്നത് അങ്ങേക്കറിയുവാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടെന്നത് സൂചിപ്പിച്ചില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ യാദൃശികമായി ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സ്മരിച്ച ഉടനെ കൃഷ്ണനും ബലരാമനും വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും അമ്മയെ നമസ്കരിച്ചു. അമ്മ സ്നേഹപൂർവ്വം അവരെ മാറോടണച്ചു. എന്നിട്ട് കൃതജ്ഞതയോട് പറഞ്ഞു, ഗോവിന്ദ, നിന്റെ ദീർഘദർശിത്വം കാരണം ഞങ്ങൾ ദുര്യോധനന്റെ കപടതന്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു. രാജകുമാരി കൃഷ്ണയെയും ലഭിച്ചു. ഇപ്പോൾ കൃഷ്ണയെ സംബന്ധിച്ച ഒരു വിഷമസ്ഥിതിയിലാണ്. എല്ലാവരുടെയും ധർമ്മം രക്ഷിക്കാൻ നീ തന്നെ ബുദ്ധി ഉപദേശിക്കും. എൻ്റെ ദേഹം ആസകലം രോമാഞ്ചമണി. ആനന്ദവും വിസ്മയവും ആശാതീതവുമായ സുഖസങ്കല്പം ഞാൻ വിമൂഢയായി തീർന്നു. മധ്യപപാണ്ഡവനായ അർജുനൻ തന്നെയാണ് എന്നെ ജയിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ആളെ തന്നെ എനിക്ക് ലഭിച്ചു. ഗോവിന്ദൻ മനഃപൂർവ്വം ഈ നാടകം രചിച്ചതാണ്. അന്യരുടെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി നാടകം രചിക്കുന്നതിൽ ഗോവിന്ദൻ നിപുണനാണ്. ഞാൻ എങ്ങനെ കൃതജ്ഞത പ്രകാശിപ്പിക്കും? കൃഷ്ണന്റെ മുഖത്ത് വക്രമായ പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു. വരവർണ്ണനീയനായ കൃഷ്ണനോട് ആർക്കാണ് ആകർഷണം തോന്നാത്തത്? ആകർഷണം തോന്നാത്തവർ പുരുഷനെയല്ല, നപുംസകമാണ്, അല്ലെങ്കിൽ ജഡമാണ്. കൃഷ്ണയുടെ പേരിൽ ഇപ്പോഴും ഭാരതം മുഴുവൻ ഘോരമായ വിവാദത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു. അർജുനൻ കൃഷ്ണയെ നേടിയെടുത്തു. അതുകൊണ്ട് മറ്റു രാജ്യന്മാരെല്ലാം അഹസിഷ്ണുക്കളായി തീർന്നു. അസൂയയും ഇച്ഛാഭംഗവും മൂലം അവർ കലഹത്തിന് കാരണമന്വേഷിക്കുകയാണ്. അവരുടെ കുറ്റം പറയുവാനൊക്കുമോ? കൃഷ്ണയെ ഒരു തവണ കണ്ടിട്ടുള്ളവർക്ക് അവളെ കൂടാതെ മനഃശാന്തി ലഭിക്കുകയില്ല. ഈ പഞ്ചപാണ്ഡവന്മാർക്കും അവരുടെ ഭാവിയിലെ ഭ്രാതൃവിരോധം ഉണ്ടാകുവാനുള്ള സാധ്യതയെ മുൻനിർത്തി ലജ്ജ മൂലം മുഖത്തോക്ക് നോക്കുവാൻ പറയുവാൻ മടിയെങ്കിലും കൃഷ്ണയുടെ ആസക്തി ഇല്ലെന്ന് ധർമ്മത്തെ സാക്ഷി നിർത്തുവാൻ പറയുവാൻ അവർക്ക് സാധിക്കുകയില്ല. അർജുനന് മാത്രം കൃഷ്ണയെ ലഭിച്ചാൽ മറ്റുള്ളവർക്ക് അസൂയമുണ്ടാകുകയില്ലേ? ഭീമൻ തൻ്റെ രാക്ഷസ പത്നിയായ ഹിഡുംബിയെ കൃഷ്ണയുമായി താരതമ്യം ചെയ്തിട്ട് സ്വന്തം വിധിയെ പഴിക്കില്ലേ? അർജുനനോട് ഈർഷ തോന്നുകയില്ലേ? എന്നാൽ അമ്മയുടെ വായിൽ നിന്നും അനായാസേന പുറപ്പെട്ട വാക്യം എല്ലാവർക്കും മംഗളകരം തന്നെ. യുധിഷ്ഠിരൻ ഇതെല്ലാം ആലോചിച്ച് എല്ലാവരുടെയും ധർമ്മം കാക്കുവാനും ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിതസ്ഥിതി സംജാതമാക്കിയത്. വാസ്തവത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക് തമ്മിൽ ഐക്യമില്ല എങ്കിൽ ദുഷ്ടന്മാരും ദുരാചരികളുമായ കൗരവന്മാരെ അടിച്ചമർത്തുക സാധ്യമല്ല. സ്ത്രീകൾ കാരണമാണ് കുടുംബത്തിലെ ഐക്യം നശിക്കുന്നത്. അതിനാൽ യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവന്മാർക്കിടയിൽ ഐക്യം നിലനിർത്തുവാൻ വേണ്ടിയാണ് കൃഷ്ണയെ എല്ലാവരുടെയും അർദ്ധാംഗിനിയാക്കുന്ന കാര്യം ആലോചിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തു പറയുവാൻ? എനിക്ക് 5 സഹോദരന്മാരുടെയും ചുമതല ഏറ്റെടുക്കുവാനാവുകയില്ല. ചുമതല ഏറ്റെടുക്കേണ്ടയാൾ ചിന്തിക്കട്ടെ. അത് സാധ്യമല്ലല്ലോ, അല്ലയോ? എൻ്റെ മഹത്വം, ജ്ഞാനം, ചിന്താശക്തി, പാതിവൃത്യം എല്ലാത്തിൻ്റെയും പരമകാഷ്ഠ പരീക്ഷിക്കുവാൻ എന്നോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. എന്തൊരു വിഷമസ്ഥിതി! അർജുനനെ തന്നെ ഭർത്താവായി ലഭിച്ചതിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ 5 ഭർത്താക്കന്മാരെ വരിക്കണമെന്ന് ഓർത്ത് മനസ്സിൻ്റെ ചാഞ്ചലമാകുകയും ചെയ്തു. പാണ്ഡവന്മാരുടെ സഹോദരന്മാർക്കിടയിൽ ഐക്യം സ്ഥാപിക്കുന്നതിന് ഞാൻ എല്ലാവരുടെയും ഭാര്യയാകണം അത്രേ. പഞ്ചപാണ്ഡവന്മാർ ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനം നടത്തും. അവർ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഭൂമിയിൽ ധർമ്മം പരാജയപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. അതിനാൽ എൻ്റെ പങ്ക് വ്യക്തമായിരിക്കുന്നു. ശ്രീരാമദേവനും ധർമ്മ സംസ്ഥാപനാർത്ഥം ഭൂമിയിൽ അവതരിച്ചിരുന്നു. അവർ 4 സഹോദരന്മാരായിരുന്നു. സീതാദേവിക്ക് അന്ന് ഇങ്ങനെ ഒരു പരിതസ്ഥിതി നേരിടേണ്ടി വന്നില്ല. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തമ്മിൽ ഐക്യം നിലനിർത്തേണ്ടി വേണ്ടി സീത 4 സഹോദരന്മാരെയും ഒരുമിച്ച് വിവാഹം കഴിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ സീത ലോകമാതാവായതുകൊണ്ടായിരിക്കാം, ലക്ഷ്മി ഭഗവതി ആയതുകൊണ്ടായിരിക്കാം. ഞാനാകട്ടെ മർത്യലോകത്തിലെ സാധാരണ മനുഷ്യ സ്ത്രീയല്ലേ, അതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. സീതയെ ഭാര്യയായി ലഭിക്കാതിരുന്നിട്ടും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും രാമന്റെ അനുചരന്മാരായി തീർന്നു. എന്നെ ലഭിച്ചില്ല എങ്കിൽ പാണ്ഡവ സഹോദരന്മാർ പരസ്പരം അനുസരിക്കാതിരിക്കുമെന്നാണോ പറയുന്നത്? സീതാദേവി ഇങ്ങനെയൊരു പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ദേവി ഭൂമി മാതാവ് അഭയം പ്രാപിക്കുമായിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു, അമ്മേ ധരിത്രി, എനിക്ക് മടിയിലിടം തന്ന് എൻ്റെ നാണക്കേട് ഇല്ലാതാക്കൂ. എന്നാൽ ഞാൻ സതിയെപ്പോലെ സഹനശക്തി ഉള്ളവളും സർവാസംഹന്തിയുമല്ല. ആവശ്യമെന്ന് വന്നാൽ എനിക്ക് വിപ്ലവം ഉണ്ടാക്കുവാൻ കഴിയും, പ്രതികാരം ചെയ്യുവാനും കഴിയും. ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി. എല്ലാവരും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. കൃഷ്ണന്റെ ഇംഗിതവും ഞാൻ മനസ്സിലാക്കി. ബൃഹത്തരമായ സ്വാർത്ഥത്തിനു വേണ്ടി സങ്കുചിത സ്വാർത്ഥം വെടിയണം. ഞാൻ 5 ഭർത്താക്കന്മാരെയും വരിക്കുകയില്ല എങ്കിൽ പതിവ്രത എന്ന യശസ് വർദ്ധിക്കും. എന്നാൽ അതിമൂലം അമ്മയുടെ വാക്ക് പാലിക്കപ്പെടാതെയും പോകും. പാണ്ഡവന്മാർക്ക് സത്യം രക്ഷിക്കുവാൻ സാധിക്കാതെ വരും. ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനത്തിന് വിഘ്നം സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബലി കൊടുക്കണം. തുടരും.